പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ ഈ പ്രിയ ഷൈജു അവൾക്ക് പെട്ടെന്ന് ഒരു ഈ ഡിസ്ക് ബൾജാവും. ഇങ്ങനെ ഒരു നോർമൽ ഫാമിലിയാണ്, അത്യാവശ്യം കുഞ്ഞ് ചെറിയ ചെറിയ ജോലിയൊക്കെ കൊണ്ട് ചിലവെല്ലാം നിവർത്തിക്കൊണ്ട് പോകുന്ന ഒരു കോമൺ നോർമൽ ഫാമിലിയാണ്. നിങ്ങൾക്കറിയാം, നോർമൽ ഫാമിലിയൊക്കെ ഒരാളിൻ്റെ ജോലി പോയാൽ പിന്നെ എല്ലാം തകിടം പറയും. അപ്പനുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്, ചെറിയ ജോലികളുമുണ്ട്, അവരങ്ങനെ ജീവിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ഏർപ്പാടാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ഇവരുടെ ഡിസ്ക് ബൾജാവും, നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, ഇതെങ്ങനെ ഇത്രയും നാളെ ജീവിച്ചെന്നൊക്കെ ചോദിക്കും. ഡോക്ടർ എങ്ങനെ ഇവിടെ വരെ വന്നു എന്നൊക്കെ ചോദിക്കും. ഈ ഡിസ്കും വെച്ചോണ്ട്, ഈ നടുവും വെച്ചോണ്ട് എങ്ങനെ ഇവിടെ വരെ വന്നു എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം ബെൽറ്റ് ഇട്ട് വിടും. പിന്നെ പണി ചെയ്യാനും പറ്റത്തില്ല, പണിക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങളൊക്കെ ചോദിച്ച ചോദ്യമാണ്. കാര്യം ഈ അമ്മയെക്കുറിച്ച് മകൾക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അവൾ പഠിക്കുന്ന കുട്ടിയാണ്. അമ്മ ഒരുവിധം പ്രാർത്ഥിക്കുകയും ദൈവത്തിന് ഒപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാലും ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണ പോലെ ജീവിച്ചിട്ടും ഡിസ്ക് അകന്നു പോയി, നടക്കാൻ പറ്റാത്ത ബെൽറ്റ് ഇട്ടിട്ട് നടക്കേണ്ടി വന്ന്. അപ്പം മകൾ ചോദിക്കും, ഇത്രയും കണ്ട അമ്മ ദൈവമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് നടുവ് പോയില്ല എന്ന് പറയും. എന്നിട്ട് ഒരു ദിവസം അവൾ സങ്കടത്തോടെ അമ്മയോട് ചോദിക്കും, അമ്മ നമ്മൾ ഇത്രയും ദൈവത്തെ വിളിച്ച്, അല്ല നമ്മളല്ല, അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ അമ്മയ്ക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും. അമ്മ ഇത്രയും ദൈവത്തെ വിളിച്ചിട്ടും ഇത്രയും ക്ലേശങ്ങൾ ഓക്കെ, അത് ടാലി ആകണില്ല. എല്ലാവരും ദൈവത്തെ വിളിക്കണത് എന്തിനാ? നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറിയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അമ്മ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അമ്മയുടെ ക്ലേശം മാറണില്ല. പുതിയ ക്ലേശങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവൾക്കത് മനസ്സിലാവണില്ല. അവൾ കൊച്ചല്ലത്, പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല. അപ്പം ഞാനും വലുതാകുമ്പോൾ ദൈവത്തെ വിളിക്കാനൊക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. അതാണ് പ്രശ്നം, വിളിച്ചാളിൻ്റെ അവസ്ഥ ഇതല്ലേ. ഇപ്പം ഞാൻ കൂടി വിളിച്ചിട്ട് എൻ്റെ നടുവ് കൂടി പോകണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അതാണത്, ഞാനും കൂടി വിളിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ട് എൻ്റെ നടുവും കൂടി പോകണത്. അപ്പോൾ ഈ അമ്മ മകളോട് പറയും, മോളെ അതേ, നമ്മളെ ദൈവം അഗ്നിശോധന ചെയ്യുകയാണ്. അഗ്നിശോധന ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം ഉലയിലിട്ട് കഴിഞ്ഞാൽ അത് തിളങ്ങും. അങ്ങനെ നമ്മുടെ കറകൾ കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അവൾക്കത് മനസ്സിലായില്ല. എന്നിട്ട് അവൾ ഈ കറ കളഞ്ഞിട്ട് ഇത് എന്തിനാണെന്നുള്ളതാണ്, ഇത് പണയം വെക്കാൻ പാടാ വിൽക്കാൻ പാടാ എന്നുള്ള അവൾ ചിന്തിക്കണത്. ഇനി നമ്മൾ സ്വർണ്ണമാണെന്ന് പറഞ്ഞിട്ട് അവൾക്കതിനകത്ത്, നമുക്ക് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ നടുവിലല്ല. ഇപ്പോൾ കൊച്ചു ചിന്തിക്കണ ആ രീതിയിലാണ്. അവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് അത് മനസ്സിലാകും, നമ്മൾ സ്വർണ്ണമാണെന്നും ദൈവം ഈ സഹനത്തിൻ്റെ തീയിലിട്ടുകൊണ്ട് നമ്മളെ ഉരുക്കി നമ്മളെ ജ്വലിപ്പിച്ച് കറകളഞ്ഞെടുക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്ന ദൈവരഹസ്യം കൊച്ചിന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കാൻ വേണ്ടി കൃപ വേണമെന്ന് പറയണത്. അമ്മയ്ക്ക് ഒരേ സാധനം തന്നെ, ഒരേ സത്യം തന്നെ അമ്മയ്ക്ക് മനസ്സിലായി, കൊച്ചിന് മനസ്സിലായില്ല. ഇതാണ് ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ പ്രത്യേക കൃപ വേണമെന്ന് പറയണത്. ഒരേ സമയം തന്നെ വിദ്യാഭ്യാസം കുറഞ്ഞുള്ള അമ്മയ്ക്ക് മനസ്സിലായി, വിദ്യാഭ്യാസമുള്ള മകൾക്ക് ക്രിസ്തുവിനെ മനസ്സിലായില്ല. അപ്പം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കൃപ വേണം. കൃപയ്ക്ക് ബൈബിൾ പറയണത് ആകർഷണമെന്നാണ്. നിങ്ങൾക്കൊരു ആകർഷണമില്ലേ? ഇപ്പം അതായത് നമുക്ക് നോക്കാം, അതായത് യോഹന്നാൻ 6:44 എടുത്ത്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആലപ്പുഴ വരെ വണ്ടി കയറി വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ നാളെ പോകാം, മറ്റന്നാൾ പോകാം, മഴ മാറട്ടെ, മഴക്കാലം മാറട്ടെ, അങ്ങനെ പല ഏടാകൂടങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോഴും ചില ആൾക്കാർ ഒന്നും മാറ്റി വെക്കാതെ കണ്ണും പൊട്ടി വരും. ഇതാണ് ആകർഷണം എന്ന് പറയണത്. പിടിയിട്ടില്ലേ? അതെന്താ പറയുക? അത് 6:44 ഒരു യോഹന്നാൻ 6:44 എടുത്ത്. എന്നെ അയച്ച പിതാവ്, ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരുവാൻ സാധിക്കുകയില്ല.
ഈ ആകർഷിപ്പിന് ഇപ്പം നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ആകർഷത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വന്നിരിക്കണം അല്ലേ? ഈ ആകർഷിപ്പിനെയാണ് പ്രഥമ കൃപയെന്ന് പറയണത്, ബേസിക് ഗ്രേസ് എന്ന് പറയുന്നതിനാ. ഈ ബേസിക് ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാത്തിനും ബേസിക്സ് ഇല്ലേ? ഒരു വീട് കെട്ടണമെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ ഇല്ലേ? ഫൗണ്ടേഷൻ ഗ്രേസ്. ഇപ്പം നിങ്ങൾ ബ്യൂട്ടീഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. കൃപയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ആകർഷിപ്പാണ്. വൺസ് നിങ്ങൾ ആകർഷിപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷനായി, എന്താ അടിത്തറയായി. ഇനി കെട്ടിപ്പൊക്കണത് മാതാവ് കെട്ടിപ്പൊക്കിക്കൊള്ളൂ. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാര്യം വീടിൻ്റെ മൊത്തം എസ്റ്റിമേറ്റിൻ്റെ 1/3 ഫൗണ്ടേഷൻ പോകും ചില സമയത്ത്. അതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ മൊത്തം ശരിയാകാതെ വരും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടം വരെ എത്തിവിടുമ്പോൾ തന്നെ 33% ഗ്രേസായി, 33% കാര്യങ്ങൾ തീരുമാനമായി. അത് ദൈവത്തോട് അതുകൊണ്ട് നന്ദി പറയണം, പ്രാർത്ഥിച്ചേക്കാം. ദൈവമേ ഞങ്ങൾക്ക് ഈ കണ്ണീരിന്റെ കാലത്ത് നിന്റെ സന്നിധാനത്തിൽ എത്തിപ്പെടാൻ ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ആകർഷണത്തിന്റെ അനുഗ്രഹം നൽകിയതിന് നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴേ പ്രിയ മകളോട് പറഞ്ഞ വചനം ഏതാണ്? 1 പത്രോസിന്റെ 1:7 എടുത്ത് 1 പത്രോസ് 1:7 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. പ്രിയ മകളോട് പറയും, മകളെന്താ പറയുന്നത്? നമ്മൾ ഇത്രയും അമ്മ ഇത്രയും ദൈവത്തോട് അടുത്തിട്ടും അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ മുടന്തി നടക്കുന്നത്, ഇതുപോലെ ക്ലേശങ്ങൾ വരണതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ മകളോട് പറയുന്ന മറുപടി എന്താണ്? നമ്മളെ അഗ്നിശോധന ചെയ്യുകയാണ്. അഗ്നിശോധന ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറകൾ പോകും, വിശുദ്ധീകരണമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ആ വചനം മകൾക്ക് മനസ്സിലാകണില്ല. ഈ മനസ്സിലാകാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ട് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ്? അവൾക്ക് ആകർഷിപ്പില്ല. യോഹന്നാൻ 6:44 എന്താണ്? ക്രിസ്തുവിനെ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കറിയാവില്ല, ക്രിസ്തുവിനെ ഞാൻ മസിൽ പിടിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കിയേക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാൽ ഭയങ്കര ബുദ്ധിമാന്മാരെക്കാൾ എളിയവർക്ക് ദൈവം വെളിപ്പെടുത്തുകയും ചെയ്യും. അതെന്തിന്? ആകർഷിപ്പിൻ്റെ പേരില്ല. ദൈവം അതിനുള്ള വരം കൊടുക്കും, ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള വരം കൊടുക്കും. ഇപ്പം ഈ പ്രിയക്ക് ആ വരമുണ്ട്, അമ്മയ്ക്ക് ആ വരമുണ്ട്. അതുകൊണ്ട് ഈ ക്ലേശങ്ങൾ പോലും അവളെ അധികം അലട്ടണില്ല. അവളീ 1 പത്രോസിൻ്റെ 1:7 പറഞ്ഞിരിക്കുന്ന പോലെ നശ്വരമായ സ്വർണത്തെക്കാൾ നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നമ്മുടെ വിശ്വാസം. അപ്പം നിന്റെ കയ്യിലിരിക്കുന്ന വിശ്വാസം, നിനക്കിപ്പോൾ ഉള്ള വിശ്വാസം, അതിന് വിലയുള്ളതാണോ വില കുറഞ്ഞതാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അതിന് വില ഉള്ളതാണോ വില കുറഞ്ഞതാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? പരീക്ഷകളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വിശ്വാസം വിലയുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷ കഴിയാത്ത ഒരു സാധനം, ഇപ്പം പ്രിയയുടെ മകളുടെ വിശ്വാസം ഉണ്ട് അവൾക്ക്, പക്ഷെ പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അതിനൊന്നും ഇപ്പോൾ പരീക്ഷിക്കത്തില്ല, അപ്പം തന്നെ ചത്തുപോകുന്നറിയാൻ ദൈവത്തിന്. അതിനൊക്കെ ഇപ്പോൾ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കണമെങ്കിൽ ഒരു മിനിമം ഹാജറില്ലാത്ത ആൾക്കാർക്ക് പരീക്ഷ ഇടുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന ഒരു മിനിമം ഹാജറില്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഇരുത്തത്തില്ല. അതുപോലെ നിനക്കൊരു പരീക്ഷ വേണമെങ്കിൽ കർത്താവിൻ്റെ അടുത്തൊരു മിനിമം ഹാജർ നിനക്ക് വേണം. അമ്മയ്ക്കതുണ്ട്. അവളുടെ വിശ്വാസം വിലയുള്ളതാണ്. വിശ്വാസം നമുക്കുണ്ടാകാം, പക്ഷേ വില എന്തുണ്ട്? അത് യൂറോയാണോ, അതാ ഡോളറാണോ, അല്ല രൂപയാണോ? മൂല്യം $1 ഒരു യൂറോ ഉണ്ട്, ഒരു രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഭയങ്കര വ്യത്യാസമുണ്ട്. അതിന് ക്രയശേഷി ഭയങ്കര വ്യത്യാസമുണ്ട്.
അതുപോലെ തന്നെ നിൻ്റെ വിശ്വാസത്തിൻ്റെ ക്രയശേഷി എന്ന് പറയുന്നത്, നിനക്കൊരു വിശ്വാസമുണ്ട്, അതിന് ക്രയശേഷി ഉണ്ടോ? അത് കൊടുത്ത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ മാത്രം നിങ്ങളുടെ വിശ്വാസം വിലയുള്ളതാണോ എന്നറിയാൻ എന്താ മാർഗം? ഇത് ക്ലേശങ്ങളിലൂടെ ആർക്ക് കടന്നു പോകാം. പക്ഷെ നീ വിശ്വാസിയാകുമ്പോഴേ നീ വിശ്വാസത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നിനക്ക് പോകാം. എന്താണത്? നിനക്ക് മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ട ആൾ ഉത്ഥാനം ചെയ്തിട്ടുണ്ട്. അതാണ് നിൻ്റെ ഒരു പിടിപ്പെന്ന് പറയണത്. ഒരു പിടിപ്പില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കഴിവില്ലാത്ത മനുഷ്യനാണെന്നാണ്. ക്രിസ്തുവിൻ്റെ കഴിവെന്താണ്? നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവനെ ദൈവമെന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദരം കൊണ്ട് ഏറ്റുപറയുമ്പോഴേ ദൈവം അവനെ മരിച്ചോർന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത കൃപ, രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഒരു ഉത്തരവാദിത്തമാണ്. വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല, കേവല വിശ്വാസമായിരിക്കും. അതിനെ വിലവെപ്പിച്ചെടുക്കണത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങൾ ഉടമ്പടി തേയിലം തേക്കുന്നു, ചെറുതായിട്ടും തേച്ചാൽ മതി, അപ്പം തന്നെ ഹാർട്ട് അസുഖം മാറും. പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണത്. എന്താ കാര്യം? നിൻ്റെ സഹനം ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട്. പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം, എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും. എന്നോട് പറയും, നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്, നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ്. നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പീഡാസനെ പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം. അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴൊക്കെ ഞാൻ മാറ്റത്തില്ല. കാര്യം സഹനമാണ് ബലമെന്ന് പറയണത്, ക്രിസ്തുവിൻ്റെ ബലം. നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം? കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം. പക്ഷികൾക്ക് എന്താ ബലം? ആകാശമാണ് ബലം. അതുപോലെ തന്നെ മത്സ്യത്തിന് എന്താ ബലം? ജലമാണ് ബലം. ഒരു വിശ്വാസിക്ക് എന്താ ബലം? സഹനമാണ് ബലം. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴാകപ്പാടെ ഒരു വല്ലാത്ത ഒരു അലൈൻമെൻ്റ് എല്ലാം തെറ്റിപ്പോയി. നടുവ് പോയപ്പോഴേ, പ്രിയയുടെ നടുവ് പോയപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാതെ വന്ന്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ പറ്റാതെ വന്ന്, കടക്കാർക്ക് സമയത്ത് അവർ പറയുന്ന കടങ്ങൾക്ക് പരിഹരിക്കാൻ വാങ്ങിച്ചവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്ന് എല്ലാം താറുമാറായി താളം തെറ്റിപ്പോകും. ചിലർക്ക് പാടം കുരിശ് വന്നാലും ശരി കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് മാറത്തില്ല. അവരെന്താണ്? അതിജീവിച്ച് വിലയുള്ള വിശ്വാസത്തിലേക്ക് വന്നവർ. അഗ്നിശോധനയെ അതിജീവിച്ച് വിലയുള്ള വിശ്വാസമാണ്. കാരണം നിസ്സാര കാര്യത്തിന് അവിടെ തൊടാൻ പറ്റത്തില്ല. അവർ ജീവിതത്തിൽ ജയിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം അതാണ്, നമ്മുടെ ജീവിതത്തെ ജയിച്ചുകൊണ്ടേയിരിക്കും. കൈയടിച്ച് കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്താ? വെർച്വൽ കവനന്റ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. വെർച്വൽ ഉടമ്പടി എന്ന് വെച്ചാൽ പിൽഗ്രിം ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടിയല്ല. എന്താ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കൃപാസനത്തിൽ വരാൻ വേണ്ടി ഈ പ്രിയ തീരുമാനിക്കും, പക്ഷെ വരാനുള്ള പാങ്ങില്ല, സമയം വെക്കണില്ല. ചിലപ്പോൾ സാമ്പത്തിക വിഷയമായിരിക്കാം. അവർക്ക് വരാൻ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഉടമ്പടിയെക്കുറിച്ചൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഈ ഏകലവ്യനെ പോലെ അസ്ത്രവിദ്യ പഠിക്കും. അതെ, ഏകലവ്യൻ ഗുരുവില്ലാതെ പഠിക്കും. ഗുരുവില്ലാതെ അസ്ത്രവിദ്യ പഠിച്ചിട്ട് അല്ല ദ്രോണാചാര്യർ ഗുരുദക്ഷിണ ചോദിക്കണത് കൈ മുറിച്ചോണ്ട് പോകാൻ. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇവളെ ഉടമ്പടി പാലിച്ച് ജീവിക്കും. ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ അറിയത്തില്ല, വെർച്വൽ ഉടമ്പടി. എന്നാൽ ദൈവമായിട്ട് ഈ സഹനത്തിൻ്റെ കാലത്ത് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള വചനം വായിക്കും, പറ്റുന്നവരെയൊക്കെ സഹായിക്കും, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നോക്കിയെടുത്തിട്ട് തന്നെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ വീട്ടിലെ കഷ്ടപ്പാടും അമ്മയുടെ പ്രാർത്ഥനയും കണ്ടപ്പോഴാണ് മകൾ ചോദിച്ചത്,
ഇത്രയൊക്കെ പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചോദിക്കണത്. അവൾക്കത് പിടികിട്ടിട്ടില്ല, ടാലി ആകണില്ല. അനുഭവങ്ങളും ആത്മീയതയും തമ്മിൽ ടാലിയാകാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർക്കറിയാവുന്ന ഭാഷയിൽ അവൾ മകളെ ഉത്ബോധിപ്പിക്കും. പക്ഷെ മകൾക്കതൊന്നും മനസ്സിലാവത്തില്ല. പിന്നീട് വെർച്വൽ ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ഇവളുടെ മനസ്സിൽ വെർച്വൽ ഉടമ്പടിക്ക് ഒരു സംഭവം നടക്കും. എന്താ, വെർച്വൽ ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ച് ആ ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ സത്യസന്ധത ദൈവത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ അവൾക്ക് ആന്തരിക ബോധ്യം കൊടുക്കും. പറഞ്ഞു, നീ എന്നാണ് കൃപാസനത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ നിൻ്റെ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറയും. ആ ഒരു ആന്തരിക ബോധ്യം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പ്രിയ കൃപാസനത്തിൽ വരും. കൃപാസനത്തിൽ വന്ന് ആ വരണ സമയത്ത് ഇവിടെ ഇതിൻ്റെ സമയമാകും, അർത്ഥങ്കിലേക്ക് നടന്നു പോണ റാലിയുടെ സമയമാകും. അപ്പോൾ പറയും, മാതാവേ ഞാനീ നടുവും വെച്ചോണ്ട് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടുവും വെച്ചോണ്ട് എങ്ങനെ നടക്കണം, വീട്ടിൽ തന്നെ എനിക്ക് നടന്ന് വീട്ടിൽ ജോലി ചെയ്യാൻ പറ്റണില്ല എന്ന് പറയും. അപ്പോഴും മാതാവ് പറയും, നീ നടന്നിട്ടല്ലേ ബാക്കി കാര്യം പറയണമെന്ന് ചോദിക്കും. ഇവിടെ നടക്കാൻ അത് രണ്ടും കൽപ്പിച്ച് റാലിക്ക് വരും. റാലിക്ക് വന്ന് നടക്കണ സമയത്ത് മാതാവ് പറയും, ബെൽറ്റ് ഊരി കളടി എന്ന് പറയും. ഉടനെ ആ സെക്കൻഡിൽ മുമ്പും പുറകും നോക്കാതെ ഇവൾ നടുവിൻ്റെ ബെൽറ്റ് എടുത്ത് ഊരി കളിച്ചിട്ട് നടക്കാൻ തുടങ്ങും. അത് അർത്ഥമെങ്കിൽ അവരെ അങ്ങ് നടക്കും. ഇതാണ് വെർച്വൽ ഉടമ്പടി. അപ്പം നമ്മൾ നേരത്തെ ചെയ്യണ കാര്യങ്ങൾ വിശ്വാസിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ അതിങ്ങനെ കുറിച്ച് വെക്കണ പോലെയാണ്. എന്നിട്ട് എന്താണ്, ആന്തരിക ബോധ്യം നൽകും. അപ്പോഴേ അവളൊരു പ്രാവശ്യം മകളോട് പറയവേ, അപ്പോൾ ഇവളുടെ പഠനം ശരിയാകുന്നില്ല. അവൾ പഠിക്കുന്നുണ്ട്, പക്ഷേ ഇവൾക്ക് പഠനവുമായിട്ട് ഭയങ്കര പ്രശ്നമാണ്. പഠിക്കുന്ന അനുസരിച്ച് മാർക്ക് വീഴുന്നില്ല. വീട്ടിലെ കഷ്ടപ്പാടും എല്ലാം കൊണ്ടാണ് പഠിക്കുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള ശ്രദ്ധിച്ചിട്ട് അതനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല, മാർക്കില്ല. അപ്പോൾ ഉടനെ മകള് വിശ്വാസമില്ലാതെ, അമ്മയുടെ വിശ്വാസം ഉണ്ടെങ്കിലും മകൾക്ക് വിശ്വാസമില്ലെന്ന് പ്രിയക്ക് മനസ്സിലായിട്ട് മാതാവിനോട് പറയും, മാതാവേ ഇവക്ക് വിശ്വാസം കൊടുക്കണേ, എന്തെങ്കിലും നീ ചെയ്യണം. എനിക്ക് നടുവില്ലെങ്കിലും, സുഖപ്പെട്ടതിന് മുമ്പുള്ള ഡയലോഗാണിത്, എനിക്ക് നടുവില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നിനക്കറിയാമല്ലോ, പക്ഷേ എൻ്റെ മകൾ വിശ്വസിക്കത്തില്ല, അവൾക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണമെന്ന് പറയും. ഉടനെ മാതാവ് 50 എഴുതി കാണിക്കും. ഉടനെ മകളോട് പറയും, നിനക്ക് 60-ൽ 50 മാർക്ക് കിട്ടും. ഉടനെ വിളിച്ചിരിക്കും. കാര്യം 40 പോലും കിട്ടാനുള്ള സാധ്യത അവൾക്കില്ല, കിട്ടിയ ചരിത്രവും ഇല്ല. പക്ഷേ എൻ്റെ പരീക്ഷ എഴുതും, പരീക്ഷ കുളമായി പോയി. റിസൾട്ട് നോക്കാനായിട്ട് പോകുമ്പോൾ ഇവളിങ്ങനെ വിശ്വസിക്കണില്ലെങ്കിലും അമ്മയുടെ വാക്കിൽ ഇവൾക്ക് വിശ്വാസമുണ്ട്. അമ്മ പറഞ്ഞല്ല 50 എന്ന്, ഞാൻ റിസൾട്ട് നോക്കാൻ പോകണം കേട്ടാന്ന് പറയും. റിസൾട്ട് നോക്കാൻ പോയപ്പോൾ അവിടെ 50 മാർക്ക്. അപ്പോൾ ഇവൾക്ക് സംശയമായി, എൻ്റെ പരീക്ഷ പൊട്ടയിടുന്നല്ല, എനിക്ക് 50 മാർക്ക് കിട്ടാൻ പോകണമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് ചോദിക്കും. എനിക്ക് കിട്ടാൻ പോകുന്ന മാർക്കിനെ കുറിച്ച് അമ്മയ്ക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോഴേ അമ്മ പറയും, നിനക്ക് ഇതിനേക്കാൾ വലിയ മാർക്ക് തരാമെന്ന് മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇപ്പം എന്നാ സംഭവിച്ചു, +2-ൻ്റെ റിസൾട്ട് വന്നപ്പോൾ 600-ൽ 600. ഇതെന്ന് പറയുന്നത് വിലയുള്ള വിശ്വാസത്തിൻ്റെ വിലയാണത്. പഠനത്തിൽ തകർന്ന മകൾക്ക് അവളുടെ മെറിറ്റിലല്ലാതെ അവളെ ഈ മാർക്ക് കിട്ടാനുള്ള കാരണം എന്താ അറിയാമോ? പ്രിയ അമ്മ മാതാവിനോട് പറയും, മാതാവേ അവൾ വിശ്വസിക്കണം. ഇപ്പം അവൾക്ക് മാർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും, അത് നിനക്കറിയാമല്ലോ. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല, അവൾ കൂടി വിശ്വസിക്കണം, അതാ വിഷയം. അപ്പോൾ അവൾ കൂടി വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ മകൾക്ക് വേണ്ടി മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുകയും, അത് പക്ഷേ പ്രിയയെപ്പോലെ എല്ലാവരും പറഞ്ഞാൽ ഏക്കത്തില്ല. എന്താ കാര്യം? ഈ ഇല്ലാത്ത നടുവും വെച്ചുകൊണ്ട് ആണ് അവൾ വിശ്വാസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 1 1:7 എന്താ പറയണത്? അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസം സ്വർണത്തെക്കാളും വിലയുള്ളതാണ്. അപ്പം പ്രിയയുടെ വിശ്വാസം ശോധന ചെയ്യപ്പെട്ട വിശ്വാസമായത് കാരണം വില പേശാൻ പറ്റിയ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇൻട്രാക്ഷൻ ലെവലിൽ വരണം, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ വരണത്. ഉടമ്പടി ഏറ്റവും വലിയ സംഭവം വെച്ചാൽ കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ എപ്പോഴും ഉടമ്പടി നിങ്ങൾ കറക്റ്റായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കും. കമ്മ്യൂണിക്കേഷൻ അറിയാമല്ല,
മാതാവ് സംസാരിക്കും. ഉള്ളിൽ ബോധങ്ങൾ തരും. ഉള്ളിൽ ബോധങ്ങൾ തരും. ഇനി ബോധങ്ങൾ തരാതെ തന്നെ സ്വപ്നങ്ങളുണ്ടാവും. സ്വപ്നങ്ങൾ കാര്യം ഒരു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ ബൈബിൾ കാലം കഴിഞ്ഞാൽ, ബൈബിൾ കാലം സ്വപ്നങ്ങളുടെ കാലമാണ്. പക്ഷേ ബൈബിൾ കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ നടന്നിരിക്കുന്ന ഉടമ്പടിയിലാണ്. അതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാ സാക്ഷ്യം നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്വപ്നം ഉണ്ടാവും. ഇപ്പോൾ വിൻസിയുടെ സാക്ഷ്യം എന്താ? വിൻസിയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, കോയമ്പത്തൂരുകാരത്തിയാണ്. മലയാളം തമിഴും കൂടി ചേർത്താണ് ഇവിടെ സാക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ അപ്പൻ ഒരാളുടെ ജോലി പോകണ്ടേ, അവർക്ക് ഒറ്റമുറി ആയിട്ടുള്ള ഒരു വീടാണ് ഉള്ളത്. അതിനകത്ത് കട്ടിലിട്ട് കിടക്കേണ്ട. അപ്പനുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. അപ്പന് ഡ്രൈവറായിട്ടുള്ള ജോലിയാണ് ഉള്ളത്. അതുകൊണ്ട് കുടുംബം പോറ്റണം. ലോണിന് ചോദിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് വീട് വെക്കാനും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പോലും ഇടമില്ല. ഇതാണ് ഇവരുടെ സങ്കടം. അപ്പം അങ്ങനെ സങ്കടത്തിൻ്റെ കാലത്ത് ഇവർക്ക് ഒരു പത്രം കിട്ടും. പത്രം കിട്ടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ വരണ്ടേ, കോയമ്പത്തൂരിൽ നിന്ന് ഇവിടം വരെ വരണ്ടേ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഈ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാലേ ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. രണ്ട് മൂന്ന് ദിവസത്തെ ഡ്രൈവറിൻ്റെ ദിവസ വരുമാനം കൂട്ടിയാൽ അവർക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെ അവർ എക്സ്പെൻഡിച്ചർ മുടക്കി മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത ആൾക്കാരാണ്. മുണ്ട് മുറുക്കി എടുത്ത് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ഒരു സ്വപ്നം കണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അമ്മ സ്വപ്നമൊന്നും കണ്ടില്ല. കണ്ട സ്വപ്നത്തിലേ ഉള്ളൂ, വലിയ കഥകളൊന്നുമില്ല. ഒരു 4 നമ്പർ 4 ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും സ്വപ്നത്തിൽ നമ്പർ 4 എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം മകളോട് അമ്മ പറയും, വിൻസിയോട് അമ്മ പറയും, ഞാൻ ഇന്നലെ 4 എന്ന് എപ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കേണ്ട സ്വപ്നം കണ്ടെന്ന് പറയും. അതിനാ 4 എന്നറിയാൻ വേണ്ടായിരുന്നു. പക്ഷേ അന്ന് മുതൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവർ പെട്ടെന്ന് ഈ അപ്പന് ഒരു ബോധത ഉണ്ടാകും. എന്താണ്? അപ്പന് പണ്ട് ധൈര്യമില്ല. ഇനി ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ്, ലോൺ എടുത്താൽ നമുക്ക് കിട്ടുമോ, ലോൺ കിട്ടുമോ, കിട്ടിയാൽ നമുക്ക് വീട് വെക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ. അതുകൊണ്ട് മനസ്സിന് ധൈര്യമില്ലാതെ ഇപ്പം നമുക്കറിയാലോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ 30-40 വയസ്സിനുള്ളിൽ ചെയ്യാൻ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്ന 40 വയസ്സിൻ്റെ ശേഷം അപൂർവം പേരെ റിസ്ക് എടുക്കത്തുള്ളൂ. അങ്ങോട്ട് പ്രായമാകുന്നവർക്ക് റിസ്ക് കുറഞ്ഞ് എടുക്കത്തുള്ളൂ. നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും പ്രായമായി കഴിഞ്ഞാൽ ചെയ്യത്തില്ലല്ലേ. ആൾക്കാരും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിടിച്ച് ചെയ്യത്തുള്ളൂ. ചെറുപ്പക്കാർ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കത്തുള്ളൂ. പ്രായമായ ആൾക്കാർ സ്വാഭാവികമായിട്ടൊരു ഡിഫൻസ് വരും അവിടെ. അപ്പം അങ്ങനെ ഉണ്ടാകൊണ്ട് ഈ എങ്ങനെ ആരെ തിരിച്ചടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് പേടിയായിരുന്നു. ഉടമ്പടി എടുത്തോടുകൂടി മാതാവ് ആദ്യം ചെയ്തത് ഈ പേടി എടുത്ത് മാറ്റി. അപ്പനുടനെ പറഞ്ഞു, എടി നമുക്ക് ലോൺ എടുക്കാം, കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇത്രയും നാൾ 10-12 കൊല്ലമായിട്ട് ലോൺ എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ ഉടമ്പടി എടുത്തപ്പോൾ മനസ്സ് മാറി. അവർ അതുപോലെ തന്നെ ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്ത് ലോൺ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ലോൺ പാസ്സായി. നിങ്ങൾക്കറിയാവില്ല, മരിയൻ ചാനൽ എന്ന് പറഞ്ഞാൽ പിന്നെ സ്പീഡായിരിക്കും ഭയങ്കര, ആരും തടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഐസയാർ വായിക്കണ പോലെയാണ്. ഞാൻ അടച്ച വാതിൽ ആരും തുറക്കത്തില്ല, തുറന്ന വാതിലാരും അടക്കത്തുമില്ല. മനുഷ്യൻ്റെ കഴിവ് അവിടെ വരത്തില്ല. സ്വാഭാവികമായ സ്പീഡിൽ നിന്ന് ഇത് സാധാരണ ഇതിന് വേണ്ട ഒരു സ്പീഡിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ അവർക്കൊരു സ്ഥലം ഒരു കാട്ടുപ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ സ്ഥലം വെട്ടി വെളുപ്പിക്കുമ്പോൾ അത് അളന്ന് അതിൻ്റെ ലോൺ അനുവദിക്കണമെങ്കിൽ അതിൻ്റെ സ്കെച്ചും പ്ലാനും എഴുതുകയും അളവും ഒക്കെ എടുക്കണ്ടേ. അളന്നപ്പോൾ അത് 4 സെൻറ്റാണ്. അപ്പോൾ സ്വപ്നത്തിൽ ആദ്യത്തെ 4 കറക്റ്റായി. പതുക്കെ വരികയാണേ. അപ്പോഴൊക്കെ മനസ്സിലായി ഇത് മാതാവാണ് നയിച്ചുകൊണ്ടിരിക്കണമെന്നത്. എന്നിട്ട് അപ്പോൾ 4 സെൻറ്റായി. ഇനി വരണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ഥലം പഞ്ചായത്ത് വാർഡെന്ന് പറയണത് വീരപാണ്ഡ്യൻ, ഈ കട്ടബൊമ്മൻ എന്നൊക്കെ പറയുന്നത് അവരുടെ പേരുകളാണ്. വീരപാണ്ഡ്യൻ പഞ്ചായത്തിൻ്റെ വാർഡാണ് 4-ാം വാർഡ്. അപ്പം 4-ാം വാർഡിൽ 4 സെൻറ്റ് സ്ഥലം, അതാണ് ഈ 4 എന്ന് കാണിക്കണത്. അപ്പോൾ 2-4 വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി മാതാവ് ഈ വിഷയം തന്നെയാണ് സ്വപ്നത്തിൽ കാണിച്ചിരിക്കണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള മൂവ്മെൻ്റ് എന്ന് പറയണത്
ഭയങ്കര 15 ദിവസത്തിനുള്ളിലാണ് അവിടെ സ്കെച്ചും പ്ലാനും. ഒരു കൊല്ലമായിട്ട് പോലും ആ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാകാത്ത ആൾക്കാരുണ്ട്. ഇവർക്ക് വെറും 15 ദിവസത്തിനുള്ളിൽ പ്ലാൻ പാസ്സായി കിട്ടും. അതേ മാതാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ നടന്നിട്ട് ഇതെല്ലാം ചെയ്ത് പെടാന്ന് നടക്കും. അവർ ഒരു കൊല്ലത്തിനുള്ളിൽ വീട് വെച്ച് അതിനകത്ത് കയറി താമസിക്കും. പിന്നെ ഒരു 6 മാസത്തിനുള്ളിൽ പഴയ വണ്ടി വിറ്റിട്ട് പുതിയ വണ്ടി എടുക്കും. എന്തൊരു സ്പീഡാണ് ശരിക്കും. പ്രാർത്ഥിക്കാൻ 3 മുറിയും വലിയൊരു ഹോളുമാണ്. നീ ലാവിഷായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞിരിക്കുക. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയേകില്ല. ഇത്ര നല്ല ദൈവത്തോടും എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയേകില്ല. എൻ്റെ പേര് ജോബിൻ വർഗീസ്. ഞാൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെങ്ങോം എന്ന ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ വൈഫ് അഞ്ജു. ഞങ്ങൾക്ക് മാതാവും ഈശോയും തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ വൈഫ് UK പോകാൻ നോക്കിയിരുന്നത്, നേഴ്സാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം മാർച്ച് മാസം വൈഫിനൊരു OIT എക്സാം ഉണ്ടായിരുന്നു. ആ OIT എക്സാമിന് വൈഫ് ഉടമ്പടിയൊന്നും ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് പോയി എക്സാം എഴുതി. ആ എക്സാമിൽ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഫെയിലാണ് ഉണ്ടായത്. 1 മാർക്കിന് പോയി. അതിനുശേഷം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന്, ഞങ്ങളോട് ആരും പറഞ്ഞില്ല, ഞങ്ങൾ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൃപാസനം എന്ന് ഇങ്ങനെ എഴുതി കാണിച്ചു. അപ്പം വൈഫിൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട്, നിങ്ങളെന്തായാലും OIT എക്സാം എഴുതുന്നതിന് മുമ്പ് അവിടം വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അപ്പം വൈഫ് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് 2ാമത്തെ എക്സാമിന് മുമ്പ് എന്തായാലും നമുക്ക് കൃപാസനത്തിൽ പോകണം, നമുക്ക് എന്തായാലും പോകണം, നമുക്കറിയത്തില്ല കാര്യങ്ങൾ, നമുക്ക് അവിടെ ചെന്നിട്ട് എല്ലാം ചോദിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും ആദ്യമായി ഇവിടെ വന്നു. ഉടമ്പടി വൈഫാണ് ആദ്യം ഉടമ്പടി എടുത്തത്. ഏപ്രിൽ മാസമാണ് ഉടമ്പടി എടുത്തത്. പിന്നെ ഏപ്രിൽ മാസം അവസാനം അച്ഛനെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്ത് വൈഫ് എക്സാം എഴുതി. വൈഫിന് UK സ്കോർ ലഭിച്ചു. അതിനുശേഷം എനിക്ക് കൂടുതൽ വിശ്വാസമായി. എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. വൈഫിൻ്റെ കൂടുതൽ ഇങ്ങനെ പോരും എന്നല്ലാണ്ട് കൂടുതൽ വിശ്വാസമൊന്നുമില്ലായിരുന്നു. വൈഫ് പള്ളിയിൽ പോവും, ഞാനും കൂടുതൽ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. അതിനുശേഷം വൈഫ് എന്നെ ഓരോ കാര്യങ്ങൾ നിർബന്ധിച്ചു. അന്നേരം എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. ഓരോരോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ഓരോരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പം വൈഫ് എന്നെ നിർബന്ധിച്ചു. അന്നേരം ഞാൻ പിന്നെ ഒരു ദിവസം തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങളാണ് ഉണ്ടായത്. വൈഫിന് ഞങ്ങൾക്ക് CBT എക്സാം ഉണ്ടായിരുന്നു, മെഡിക്കൽ ഉണ്ടായിരുന്നു. അത് രണ്ടും ഒരേ സമയത്ത് ഞങ്ങൾക്ക് സെപ്റ്റംബർ 16-നും 17-നും അടുപ്പിച്ച് 2 ഡേറ്റിൽ അടുപ്പിച്ച് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് COS വരാനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. COS സാധാരണ 2 ആഴ്ച കഴിയുമ്പോൾ വരുന്നതാണ്. പക്ഷേ ഞങ്ങൾ 2 ആഴ്ച വെയിറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് COS വരുന്നില്ല. എല്ലാവരും പറഞ്ഞു 2 ആഴ്ച കഴിയുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമ്മൾ 2 പേരും ഉടമ്പടി എടുത്തതല്ലേ, എന്തുകൊണ്ടാണ് വരാത്തതെന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഞങ്ങൾ 2 പേരും അന്ന് വൈകുന്നേരം തന്നെ 4 മണിയായപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് നിന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൈവിരിച്ച് നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് COS മെയിലായിട്ട് വന്നു. അതിനുശേഷം പിന്നെ വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ വൈഫ് 2 പ്രാവശ്യം ഇൻ്റർവ്യൂ നോക്കി, 2 പ്രാവശ്യം കിട്ടിയില്ല. 2 പ്രാവശ്യം നല്ല സ്ഥലത്തേക്കാണ് കിട്ടിയത്, പക്ഷേ 2 പ്രാവശ്യം കിട്ടിയില്ല. ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായി പോയി. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഇവളോട് പറഞ്ഞു, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, കാരണം കൃപാസന മാതാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്,
അതുകൊണ്ട് നമുക്കിനി നിരാശപ്പെടേണ്ട കാര്യമില്ല. അമ്മ മാതാവ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അത് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവളെ സാന്ത്വനപ്പെടുത്തി. അതിനുശേഷം ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വലിയൊരു സംഭവം നടന്നു. ഞങ്ങൾ ഇൻ്റർവ്യൂ കൂടിക്കൊണ്ടിരുന്ന അതേ സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്ത് ഫുള്ള് നല്ല പോലെ മഴയുണ്ടായിരുന്നു. ആ മഴയത്തെ സമയത്ത് ഞങ്ങൾ റൂമിലായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ബാക്ക്ഗ്രൗണ്ടൊക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റൂമിലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി. ആ ഇൻ്റർവ്യൂവർ വന്ന സമയത്ത് തന്നെ കറണ്ട് പെട്ടെന്ന് അങ്ങ് പോയി. അന്നേരത്തേക്ക് ഞങ്ങൾക്ക് ആകെ വിഷമമായി പോയി. അപ്പം വൈഫ് പറഞ്ഞു, ഇനി എന്ത് ചെയ്യും, നമ്മുടെ ബേക്ക് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, നമുക്ക് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉടനെ തന്നെ അമ്മ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് മുട്ടയെ കുത്തിയെന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഇൻ്റർവ്യൂവർ വരികയും കറക്റ്റ് കറണ്ട് വരികയും ചെയ്തു. ആ സമയം തൊട്ട് 20 മിനിറ്റ് കറക്റ്റ് ഇൻ്റർവ്യൂ തീരുന്ന ആ ടൈം കറക്റ്റ് കറണ്ട് ആ സമയത്ത് പോവുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസമായിരുന്നു. പിന്നെ എൻ്റെ വൈഫിൻ്റെ 26 വർഷമായിട്ടുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ്, UK പോകുമ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഒരുപാട് 26 കൊല്ലമായിട്ട് വൈഫിൻ്റെ ഫാദറും പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരത് തരില്ല. പല കാര്യങ്ങളും പറഞ്ഞ് അവരത് ഉഴപ്പി ലാസ്റ്റ് ഇവർ തന്നെ അത് ഒഴിവാക്കി. ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നു. മാഡം ഞങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നിങ്ങൾ 26 വർഷമായിട്ട് എവിടെയായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ടു ഞങ്ങളോട്. അതിനുശേഷം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് വെഞ്ചിരിച്ച് ഉപ്പ് ഞങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് മാറി നിന്നിട്ട് ഞാനും വൈഫും കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ അടുത്തേക്ക് ചെന്നു. ആൾ ഭയങ്കര കൂളായിരുന്നു. ഞങ്ങൾ രണ്ടാമത് ചെന്നപ്പം ഞങ്ങളോട് നല്ല കൂളായിട്ട് സംസാരിച്ചു. വിത്തിൻ 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 26 കൊല്ലമായി കിട്ടാത്ത ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുകയും അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു.